कूजन्तं राम रामेति मधुरं मधुराक्षरम्। നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. അമേരിക്കയുടെ നടപടിക്കെതിരെയും നരേന്ദ്രമോദിയുടെ നിസ്സംഗതയ്ക്കെതിരെയും CPM പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. സർക്കസ് അറിയണം, തൃപ്രയാർ സരയൂ തീരത്തെത്താൻ. വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ 1008 നാളികേരം കൊണ്ടുള്ള പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. രാവിലെ ആരംഭിച്ച മഹാഗണപതി ഹോമത്തിന് തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന അനിൽ പ്രകാശ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെ നിത്യ ശിവേലി ആന കൊടുങ്ങല്ലൂർ ദേവിദാസനെ ഗജപൂജ ചെയ്തു. തുടർന്ന് ആനയൂട്ടും നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ എറണാകുളം ശിവകുമാറിന് ആദ്യോരുള നൽകി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർമാരായ M മനോജ് കുമാർ, KK കാല, ഷീജ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ദേവസ്വം മാനേജർ മനോജ് K നായർ, സനാതന ധർമ്മ പാഠശാല പ്രസിഡന്റ് P മണികണ്ഠൻ, ഉപദേശക സമിതി ട്രഷറർ പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. എറണാകുളം ശിവകുമാർ, ഗുരുവായൂർ ഇന്ദ്രസൻ, ചിറക്കൽ കാളിദാസൻ തുടങ്ങിയ ആനകൾ പങ്കെടുത്തു. ആദ്യം നേദിച്ച ചോറുരുളയും തുടർന്ന് കരിമ്പ്, പഴം, കൈതച്ചക്ക, തണ്ണിമത്തൻ, കുക്കുംബർ, വെള്ളരിക്ക തുടങ്ങിയവയും കൊണ്ട് ആനകളെ ഊട്ടി. ഭക്തജനങ്ങളുടെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃപ്രയാർ കിഴക്കേനടയിൽ നിന്ന് അമ്പലക്കടവ് സരയൂ തീരത്തേക്കുള്ള റോഡ് അപകടക്കെണിയാകുന്നു. തൃപ്രയാർ ചെറുപ്പ് പൊതുമരാമത്ത് റോഡിൽ നിന്ന് ഒരടിയിലേറെ താഴ്ന്നാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. പാലം ഇറങ്ങി 2 വളവുകളോട് ചേർന്ന് വരുന്ന ഈ ഭാഗത്തെ പ്രധാന റോഡിൽ നിന്ന് സരയൂ തീരത്തേക്ക് ഇറങ്ങാൻ അല്പം സർക്കസ് വശമുള്ളവർക്കേ കഴിയൂ. റോഡുകളുടെ ഉയരവ്യത്യാസം മൂലം വാഹനത്തിന്റെ അടിഭാഗം ഉരഞ്ഞു കേടുവരും. വാഹനാപകടങ്ങൾ പതിവാണിവിടെ. സരയൂ തീരം പാർക്കിലേക്കും ബോട്ടിങ്ങിനുമായി എത്തുന്നവർ ഇതുമൂലം ബുദ്ധിമുട്ടിലാണ്. തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണം, ആറാട്ടുപുഴയിലേക്കുള്ള യാത്ര തുടങ്ങി പ്രധാന ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണിവിടെ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് റോഡും അനുബന്ധമായുള്ള സ്ഥലവും വിശ്രമ കേന്ദ്രവും. സരയൂ തീരം പാർക്ക് പദ്ധതി നടപ്പിലാക്കി സംരക്ഷിച്ചു വരുന്നത് താന്യം ഗ്രാമപഞ്ചായത്താണ്. കിഴക്കേനട പൂരാഘോഷ കമ്മിറ്റി പൂരം പുറപ്പാടിനോടനുബന്ധിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കിയിരുന്നെങ്കിലും മഴയത്ത് മണ്ണൊലിച്ചുപോയി റോഡിപ്പോൾ സഞ്ചാരയോഗ്യമല്ല. CC മുകുന്ദൻ MLA യുടെ ശ്രമഫലമായി
നവകേരള ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപയോളം ഈ റോഡിനും പാർക്ക് നവീകരണത്തിനുമായി ടൂറിസം വകുപ്പ് മുഖാന്തരം അനുവദിച്ചിരുന്നു. എന്നാൽ ഇതുവരെ തുടർ നടപടിയുണ്ടായിട്ടില്ല. നാലമ്പല തീർത്ഥാടന കാലത്താണ് കിഴക്കേനടയിലെ ദുരിതം ഇരട്ടിയാകുന്നത്. വലിയ വാഹനങ്ങൾ ഇടുങ്ങിയ റോഡിൽ നിർത്തിയിടുന്നതും വളയ്ക്കാൻ ശ്രമിക്കുന്നതും ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നുണ്ട്. വാഹനങ്ങളെ നിയന്ത്രിക്കാൻ കിഴക്കേനടയിൽ പോലീസിന്റെ സാന്നിധ്യം കുറവാണ്. സാമ്രാജ്യത്വ ഭരണകൂടത്തിനെ സഹായിക്കുകയും ഇന്ത്യ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്നതിനെതിരെ CPM നാട്ടിക ലോക്കൽ കമ്മിറ്റി തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം V. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. MR ദിനേശൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി KB ഹംസ, രജനി ബാബു എന്നിവർ സംസാരിച്ചു. നാട്ടികയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് TV ശ്രീജിത്ത്, AN സുധീർ, ചിഞ്ചു സുധീർ, PP ജിജേഷ്, CK ശിവരാജൻ, KK സന്തോഷ്, AA ദിൽഷാദ്, PV രാധാകൃഷ്ണൻ, AK തിലകൻ, KS അജയൻ, AR ബാബു, KK പുഷ്കരൻ, TJ ജിനോയ്, TV ഉണ്ണികൃഷ്ണൻ, KA മജീദ്, KR സിദ്ധാർത്ഥൻ, PK വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 25 കോടി കൂട്ടി 50% ആക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊക്കെ അതിനേക്കാൾ എത്രയോ കുറവാണ് എന്ന് പറയുമ്പോഴാണ് ആകെ ബ്രസീലിന് മാത്രമാണ് ഇന്ത്യക്ക് തുല്യമായിട്ടുള്ളൊരു നിരക്ക് പ്രഖ്യാപിച്ചത്. ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും കുറവാകുമ്പോൾ ഇന്ത്യക്ക് ഒറ്റയടിക്ക് ഇരട്ടി ചുങ്കം വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ഒരു 3 ദശാബ്ദക്കാലമായിട്ട് ഈ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ചുങ്കം കൂടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പോലെ രാജ്യങ്ങളിലെ ഇറക്കുമതി തകർന്നു പോവുകയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയാകെ തകരും എന്ന് പറയുന്നത് ശരിയാണെന്ന് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ വലപ്പാട് മേഖലാ കൺവെൻഷൻ നടന്നു. വലപ്പാട് ഏങ്ങൂർ ക്ഷേത്രം ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP ബാലൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പ്രേംകുമാർ അധ്യക്ഷനായി. EC പത്മരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി രാജു വെന്നിക്കൽ, കൈരളി തിലകൻ, ജോസ് താടിക്കാരൻ, VK വേണുഗോപാൽ, മദനൻ, സതീഷ് ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. ആ വയോജനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾ പഠിച്ച് അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിലേക്ക് ഗവൺമെന്റുകൾ മാറിയിട്ടില്ല. അതായത് നമ്മളിപ്പോഴും പറയും, ഒരു പരിതപിച്ച് പറയുന്ന പോലെയാണ്, വയോജനങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഈ എണ്ണം കൂടുതൽ നമുക്ക് മറ്റൊരു നിലക്ക് പുരോഗമനത്തിന്റെ ആശയമായിട്ട് കാണാം. പക്ഷേ സാമ്പത്തിക സ്ഥിതി മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് പരിഗണിക്കുമ്പോൾ ഈ വയോജനങ്ങളുടെ എണ്ണം കൂടുന്നത് അത്ര അഭികാമ്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇന്ത്യക്കെതിരെ 50% തീരുവ ചുമത്തിയ അമേരിക്കയുടെ നടപടിയിൽ ശക്തമായ നിലപാടെടുക്കാത്ത നരേന്ദ്രമോദിയുടെ നിസ്സംഗതയ്ക്കെതിരെ CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തൃത്തല്ലൂർ സെന്ററിൽ നടത്തിയ പൊതുയോഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ സുരേഷ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. ഷിജിത് വടക്കുംചേരി, MP ഭാസ്കരൻ, VG വിനോദൻ, ഗിരീഷ് മാത്തുകാട്ടിൽ, PB നിലേഷ്, MB ബിജു, ഓമന മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിന് PK പ്രേംരാജ്, RA ഷൗക്കത്ത് അലി, EK ചന്ദ്രൻ, PS ദിനേശൻ, ബഷീർ വലിയകത്ത്, ഷിജു കുട്ടനല്ലൂർ, ശ്രീകല ദേവാനന്ദ്, ബീന ഷെല്ലി, TK സജീവൻ, പ്രദീപ് കരിപ്പാടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. നാലമ്പല ദർശനത്തിന് വരുന്ന വണ്ടികൾക്കെതിരെ വലപ്പാട് പോലീസ് സ്വീകരിക്കുന്ന നടപടി പിൻവലിക്കണമെന്ന് CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. തൃപ്രയാറിൽ നാലമ്പല ദർശന സമയത്തും ശബരിമല സീസൺ സമയത്തും അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ദേവസ്വത്തിന്റെ പാർക്കിംഗ് സൗകര്യം നിറഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് വരുന്ന വണ്ടികൾക്ക് റോഡുകളുടെ ഇരുവശത്തും പാർക്ക് ചെയ്യേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ പിഴ ഈടാക്കുന്ന വലപ്പാട് പോലീസിന്റെ നടപടി അങ്ങേയറ്റം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് CPI അറിയിച്ചു. തെറ്റായ നടപടികൾ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് വലപ്പാട് പോലീസ് പിന്മാറണമെന്ന് CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCOM NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് കണ്ടശങ്കടവ് വ്യാപാര ഭവന് മുന്നിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത് പതാക ഉയർത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി വർഗീസ് P. ചാക്കോ, ട്രഷറർ PS. സൂരജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ 105 വർഷം മുൻപ് ദീപപ്രതിഷ്ഠ നടത്തിയ ചരിത്രപ്രസിദ്ധമായ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തി. ചടങ്ങുകൾക്ക് മേൽശാന്തി സിജിത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SNGS ഭരണസമിതി പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട്, ക്ഷേത്രം സെക്രട്ടറി രതീഷ് കൂനത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. SNGS സംരക്ഷണ സമിതി, ക്ഷേത്രം ഉപസമിതി, മാതൃസമിതി എന്നിവർ അടങ്ങുന്ന നിരവധി ഭക്തർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുദേവൻ 105 വർഷങ്ങൾക്ക് മുമ്പ് ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടുമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഹാസംരംഭത്തിൽ ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. നിവേദ്യശേഷം എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രപ്രദക്ഷിണം വയ്ക്കുകയും ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു പോരുന്നു. ചാഴൂർ ശ്രീ മഠത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ശ്രീമഠം ശ്രീകുമാർ തന്ത്രികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സുമേഷ് ശാന്തി ആത്മീക ഭവനം, രാജേഷ് ശാന്തി, രമേശ് ശാന്തി എന്നിവർ സഹകാർമ്മികരാവുകയായിരുന്നു. ക്ഷേത്ര മാനേജർ സന്തോഷ് ശ്രീമഠം നേതൃത്വം വഹിച്ചു. ദി അന്തിക്കാട്സ് UAE അസോസിയേഷന്റെ 33ാം വാർഷികാഘോഷത്തിനോടനുബന്ധിച്ചുള്ള സ്നേഹോത്സവത്തിൽ പ്രവാസ ലോകത്തെ അന്തിക്കാട്ടുകാർ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. പ്രവാസി വ്യവസായി EM ബദറുദ്ദീൻ, മുംബൈ പ്രവാസി രമേശ് വാസു, ആഫ്രിക്കൻ പ്രവാസിയും എഴുത്തുകാരനുമായ സുരേഷ്, 1968 ലോഞ്ച് വഴി പ്രവാസ തീരമണിഞ്ഞ രാജൻ കൊണ്ട്രപ്പശ്ശേരി, പ്രവാസി വ്യവസായി ഷാഹുൽ അന്തിക്കാട് എന്നിവർ പങ്കെടുത്തു. പ്രവാസികൾക്കുള്ള വിവിധ പദ്ധതികൾ, ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ എന്ന വിഷയത്തിൽ പ്രവാസി തൃശൂർ ജില്ലാ പ്രശ്ന പരിഹാര സെൽ അംഗം അഡ്വക്കേറ്റ് MK ഹഖ് പ്രഭാഷണം നടത്തി.
പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷാജി കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൺവീനർ സക്കീർ ഹുസൈൻ അധ്യക്ഷനായി. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രാജീവ് സുകുമാരൻ, ഓഫീസ് സെക്രട്ടറി യതീന്ദ്രൻ തണ്ടിയേക്കൽ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ ചേർത്തേടത്ത്, ബാബുരാജ് കാട്ടാനിൽ, രാമചന്ദ്രൻ, അജയഘോഷ് അടിയറ, സോമൻ നടുപറമ്പിൽ, വേണു കൂനത്ത്, ഭൂപേഷ് തണ്ടാശ്ശേരി, വനിതാ കമ്മിറ്റി കൺവീനർ ജലജ സോമൻ, പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർമാൻ ഷൈനി പ്രദീപ് മേനോൻ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തവർക്ക് മെമന്റോ സമ്മാനിച്ചു. പങ്കാളി അർഹനാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ച മരണാനന്തര സഹായം, ചികിത്സാ സഹായം, വിവാഹ സഹായം, പ്രസവാനുകൂല്യം, വിദ്യാഭ്യാസ മൂല്യം, പ്രവാസി ഭവന പദ്ധതി കൂടി അടുത്ത കാലത്ത് ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് വന്നതിന് ശേഷം 2001 ശേഷം കേരളത്തിൽ മരണപ്പെട്ട് പ്രവാസികളായിട്ടുള്ള ആളുകൾ ഭവന ലോണുകൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭവന ലോണ് തിരിച്ചടയ്ക്കാനായിട്ട് പോകുന്ന സമയത്ത് കൃത്യമായി അടയ്ക്കണമെങ്കിൽ 0.5% ആരടയ്ക്കും അടച്ചു. പക്ഷെ പറയണം, വളരെ ആൾക്കാരിലും നമ്മൾ ആ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പദ്ധതികളിലേക്ക് കൊടുക്കാൻ സാധിക്കും. തൃപ്രയാർ ശ്രീരാമ ഭക്ത സേവ സമിതിയും CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് ആനയൂട്ട് ദിനത്തിൽ പ്രസാദക്കഞ്ഞി വിതരണം നടത്തി. CP സാലിഹിന്റെ കൃഷിയിടത്തിൽ ജൈവവളം മാത്രം ഉപയോഗിച്ച് വിളയിച്ചെടുത്ത അരിയാണ് കഞ്ഞിക്ക് ഉപയോഗിച്ചത്. കഞ്ഞി, മുതിരപ്പുഴുക്ക്, അച്ചാർ, പപ്പടം എന്നിവയാണ് ആയിരക്കണക്കിന് ഭക്തർക്ക് വിതരണം നടത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ആലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള സംരംഭങ്ങളിലെല്ലാം ഈ ക്ഷേത്രത്തോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച് നിന്നുള്ള വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ കഞ്ഞി വിതരണത്തിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായി നിന്നിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവരെല്ലാം തന്നെ. മുഖ്യാതിഥി CP മുഹമ്മദ്, ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ്, ആദ്യകഞ്ഞി പടിപ്പുരയ്ക്കൽ ഉണ്ണിമേനോന് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃപ്രയാർ ക്ഷേത്ര മാനേജർ മനോജ് K നായർ, ശ്രീരാമ ഭക്ത സേവ സമിതി പ്രസിഡന്റ് ദിവാസ് ആലക്കൽ, രക്ഷാധികാരി വിജയകുമാർ മേനോൻ, സെക്രട്ടറി ലക്ഷ്മി സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി സുധീർ ആലക്കൽ, വൈസ് പ്രസിഡന്റ് ജഗദീഷ് കോയമ്പത്തൂർ എന്നിവർ സംസാരിച്ചു. CP സാലിഹിനെ ചടങ്ങിൽ ആദരിച്ചു. വേനൽക്കാലത്ത് സ്ഥിരമായി ക്ഷേത്രത്തിലേക്ക് സൗജന്യമായി കുടിവെള്ളവും CP ട്രസ്റ്റ് എത്തിച്ചു നൽകാറുണ്ട്. തീർച്ചയായും ഞങ്ങൾ വർഷങ്ങളായിട്ട് തൃപ്രയാർ അമ്പലത്തിന് കുടിവെള്ളവും ഇവിടുത്തെ ഊട്ടുമുറിയിലുള്ള വെള്ളവും കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോൾ ഇങ്ങനെ കഞ്ഞി കൊടുക്കാനുള്ള ഒരു സാഹചര്യം, അതും എൻ്റെ സ്വന്തം പാടത്ത് വിളവെടുത്ത ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയ അരിയാണ്. അത് കഞ്ഞിയായിട്ട് 10,000-ങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ള ഒരു അനുഗ്രഹം അത് ഈ ദേവസ്വം ബോർഡിനോടും ഇതിൻ്റെ എല്ലാ സംഘാടകരോടും വളരെയധികം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തീർമടം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റാനിഷ് കെ രാമൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദുകൃഷ്ണൻ മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, KSU ജില്ലാ സെക്രട്ടറി MP വൈഭവ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, വാർഡ് മെമ്പർ CS മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അഭിഷിക് CB, വരുൺ ദേവ്, അമൽ ധർമ്മരത്നം, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ഷൈൻ നാട്ടിക, PC മണികണ്ഠൻ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ഫാസിസ്റ്റുകൾ അരങ്ങുവാടുന്ന കാലഘട്ടങ്ങളിൽ CPM-ലോ രാഷ്ട്രീയത്തിനോ LDF-ൻ്റെ രാഷ്ട്രീയങ്ങൾക്കോ ഇടതു സംഘടനകൾക്കോ ഇടതു യുവജന പ്രസ്ഥാനങ്ങൾക്കോ BJP ഉൾപ്പെടെയുള്ള RSS തുടങ്ങിയ യുവജന പ്രസ്ഥാനങ്ങൾക്കും ഒന്നും തന്നെ യൂത്ത് കോൺഗ്രസിനൊപ്പം നിലപാട് എടുത്ത് സ്വീകരിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. പോഷക സമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വൈവിധ്യമാർന്ന കലവറയൊരുക്കി കുരുന്നുകൾ. പോഷകസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വൈവിധ്യമാർന്ന കലവറയൊരുക്കി കുരുന്നുകൾ. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ SRB UP സ്കൂളാണ് നാടൻ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തി രുചിമേളം എന്ന പേരിൽ മത്സരം സംഘടിപ്പിച്ചത്. ആവിയിൽ വേവിച്ചെടുത്ത വൈവിധ്യമാർന്ന പലഹാരങ്ങളായിരുന്നു മത്സരത്തിൽ കൂടുതലും ഇടം പിടിച്ചത്. പുതുതലമുറയ്ക്ക് പഴയകാല രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തുകയും ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാനും ലക്ഷ്യമിട്ട് നടത്തിയ രുചിമേളത്തിന്റെ ഉദ്ഘാടനം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഫസീന മുബാറക് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക BV ആശ, അധ്യാപകരായ മീര P രാമചന്ദ്രൻ, MR രമ്യ, CR ഗോപേഷ്, മറ്റ് അധ്യാപകർ, PTA പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CPM ചന്ദ്രാപിന്നി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. CPM ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TN അജയകുമാർ, MK ഫൽഗുണൻ, TS ശ്രീരാജ്, ഐഷ B മുഹമ്മദ്, രതി സുനിൽ, CA വത്സൻ, KC സുധീഷ്, MM നൌഷാദ് എന്നിവർ സംസാരിച്ചു. സിനിത വത്സൻ, TM വിശ്വംഭരൻ, ജീഷ്മ സുനിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സംയോജിത കൃഷിയുടെ ഭാഗമായി 50 കുടുംബങ്ങൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഇപ്പോൾ നമ്മൾ 2-3 മാസം കൂടുമ്പോൾ ഒരിക്കൽ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള കൃഷി നടുന്നതും അതുപോലെ തന്നെ കൊയ്ത്തുത്സവങ്ങൾ നടത്തുന്നതുമൊക്കെ ഈ സമൂഹത്തിൽ അത് വലിയ ചലനമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർ അത് മാർഗദർശനമായി അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. രാവിലെ വ്യാപാര ഭവനിൽ യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജ് പതാക ഉയർത്തി. തുടർന്ന് എടമുട്ടം മാൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഡയാലിസിസ് സെന്ററിന് ധനസഹായം ട്രസ്റ്റ് ചെയർമാൻ KM നൂറുദ്ദീൻ യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജ് കൈമാറി. ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്ഥാപനത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണ വിതരണവും നടത്തി. കയ്പമംഗലം നിയോജക മണ്ഡലം ചെയർമാൻ P പവിത്രൻ, വൈസ് പ്രസിഡന്റ് CS നിഷാദ്, ട്രഷറർ KO ആന്റണി, VK സദാനന്ദൻ, KS അബ്ദുൽ ജബ്ബാർ, ഫാത്തിമ ഇബ്രാഹിം, KK വിനയകുമാർ എന്നിവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്ന CP രാഘവന്റെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ച CP രാഘവൻ സ്മാരക സാംസ്കാരിക വേദി സ്മാരക മന്ദിരത്തിന്റെയും കോഴിപ്പറമ്പിൽ രാമു സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം അസിസിയ ഗ്രൂപ്പ് ചെയർമാൻ PM അബ്ദുൽ അസീസ് നിർവഹിച്ചു. ഇങ്ങനൊരു കലാ സാംസ്കാരിക നമുക്ക് എന്തിനാണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ മൊബൈൽ ഫോണാണ്
ഒരു വീട്ടിൽ തന്നെ അങ്ങോട്ട് രണ്ട് കുട്ടികൾ വീട്ടിലുള്ള ആൾക്കാർ തന്നെ ഞാൻ തിരിച്ചറിയുന്നില്ല, സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരു കലാകേന്ദ്രത്തിൽ വരികയാണെങ്കിൽ ഒട്ടനവധി ആൾക്കാർക്ക് സംസാരിക്കാനും ആശയങ്ങൾ പങ്കിടാനൊക്കെ സാധിക്കുന്നതുകൊണ്ട് ഇത് വളരെ വളരെ നല്ലൊരു സംരംഭമാണ്. ആ സംരംഭത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും വളരെ അഭിനന്ദനം അറിയിക്കുന്നു എന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ. ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും തന്നെ അറിയില്ല, ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. കൂടുതലും പ്രവർത്തനം എറണാകുളത്തും അതുപോലെ ദുബായ്, ദോഹ അങ്ങനെയുള്ള സ്ഥലത്തായതുകൊണ്ട് കൂടുതലും കാണാറില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് ഇവിടുത്തെ. എല്ലാ കൊല്ലവും ഇവിടെ ഞാൻ വരികയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമം നടത്തുന്നുണ്ട്. സാംസ്കാരിക വേദി പ്രസിഡന്റ് CK രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സജിത് പാണ്ടാരിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. സെക്രട്ടറി PA ദേവിദാസ്, ജോയിന്റ് സെക്രട്ടറി NN ജോഷി എന്നിവർ സംസാരിച്ചു. CA ദാസൻ, NK സുധീരൻ, CK ചാക്കൂരു, ലതീഷ് മേനോൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. എടമുട്ടം ലയൺസ് ക്ലബിന്റെ 2025-26 വർഷത്തിലെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. എടമുട്ടം ലയൺസ് ഹാളിൽ നടന്ന ചടങ്ങ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പില ഉദ്ഘാടനം നിർവഹിച്ചു. തങ്കമണി മോഹനൻ ഭദ്രദീപം തെളിയിച്ചു. പ്രസിഡന്റ് EV സുമോദ് അധ്യക്ഷനായി. പ്രസിഡന്റായി അജിത് തറയിലിനെയും സെക്രട്ടറിയായി പ്രദീപ് അരയംപറമ്പിലിനെയും ട്രഷററായി ഹിലാൽ കുരിക്കലിനെയും സ്ഥാനാരോഹണം നടത്തി. PN സുജിത്, ഫാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ED ദീപക്, റീജിയണൽ ചെയർപേഴ്സൺ പ്രസന്നൻ തറയിൽ, സോൺ ചെയർപേഴ്സൺ NM സുരേഷ്, ചന്ദ്രാപിന്നി ക്ലബ്ബ് പ്രസിഡന്റ് UU രവീന്ദ്രൻ, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ജോൺസൺ പണ്ടാരി, പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസ് ആലേക്കാരൻ, എടമുട്ടം ലയൺസ് ക്ലബ്ബ് സീനിയർ മെമ്പർ MG മോഹനൻ, സീന മണികണ്ഠൻ, ആദിലക്ഷ്മി, വിമൽ വേണു, സുനിൽ അരയംപറമ്പിൽ, കൃഷ്ണ ജയ്സിംഗ് ഇയാനി, മണ്ടാംപിള്ളി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം എനിക്ക് ഡിസ്ട്രിക്ട് ഗവർണർ, കഴിഞ്ഞ വർഷം മൾട്ടിപ്പിളിൻ്റെ സംസ്ഥാന മേഖലകളിൽ അതോടൊപ്പം തന്നെ കുറേ പ്രോഗ്രാമുകളിൽ നമുക്ക് ഇൻ്റർനാഷണലിലും ഇസ്ലാമിയിലുമൊക്കെ ഒന്നാം സ്ഥാനത്തെത്താനായിട്ട് കുറേ ചരിത്രങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞ വർഷമാണ് നമുക്ക് സാധിച്ചു. അത് മെമ്പർഷിപ്പിലായാലും LCFിലായാലും സർവീസിലായാലും നമ്മളൊക്കെ നമ്മുടെ ഡിസ്ട്രിക്ട് ബഹുദൂരം മുന്നിലെത്താനായി സാധിച്ചത് സുമോദും ദിനേഷും കൃഷ്ണകുമാറും ഒക്കെ നടത്തിയ കൂട്ടമായ ഡിസ്ട്രിക്റ്റിനോടുള്ള സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് അത്ര വലിയ വിജയങ്ങൾ കൈവരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞത്. അതിന് ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് നമ്മുടെ കൊഴിഞ്ഞുപോക്ക്. പെരിങ്ങോട്ടുകര വാഴപ്പുരയ്ക്കൽ ശങ്കരു ഭാര്യ വള്ളിയമ്മ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. അയ്യനയ്യപ്പസ്വാമി മ്യൂസിക് ആൽബത്തിൽ വള്ളിയമ്മ അഭിനയിച്ചിട്ടുണ്ട്. മകൻ അമ്പാടി പെരിങ്ങോട്ടുകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. അമേരിക്കയുടെ നടപടിക്കെതിരെയും നരേന്ദ്രമോദിയുടെ നിസ്സംഗതയ്ക്കെതിരെയും CPM പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. സർക്കസ് അറിയണം, തൃപ്രയാർ സരയൂ തീരത്തെത്താൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.